Dear Diary, my name is Anne. I'm just a young girl with dreams, questions, fears, and hopes, just like many of you. Outside my window, the world is filled with hatred and war. But inside these pages, I have found a friend who listens when I'm afraid, a friend who stays when I feel alone. Every day, I write my thoughts, my worries, my dreams. Sometimes I'm frightened, sometimes I'm confused, but I never stop hoping. I still believe that people are truly good at heart. I dream of a world where children can laugh freely, where nobody is judged because of who they are, and where peace is stronger than fear. My diary carries my voice, but it also carries a lesson. Even when life becomes difficult, never let the darkness take away your light. Even when the world tells you to be afraid, keep your courage. And even when everything seems lost, keep your hope alive. നമസ്കാരം, ഞാൻ അഞ്ജലി. ഒരു +2 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് ഞാൻ. ജൂൺ 19 വായനാ ദിനത്തിനോടനുബന്ധിച്ച് പ്രശസ്ത എഴുത്തുകാരി KR മീരയുടെ ആരാചാർ എന്ന നോവലാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീപക്ഷ രചനകളിൽ ഒന്നാണിത്. കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ നോവൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആരാചരാകാൻ വിധിക്കപ്പെട്ട ചേതന എന്ന 22-കാരിയായ പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത്. അധികാരവും മാധ്യമ സംസ്കാരവും നീതിയും തമ്മിലുള്ള പോരാട്ടങ്ങളെ ഈ പുസ്തകം അതീവ ജാഗ്രതയോടെ ചർച്ച ചെയ്യുന്നു. KR മീരയുടെ മൂർച്ചയേറിയ ഭാഷയിലാണ് ഈ നോവലിന്റെ ജീവൻ. കേവലം ഒരു വായനയ്ക്കപ്പുറം വ്യവസ്ഥിതികളോട് കലഹിക്കാനും ചിന്തിക്കാനും ഈ കൃതി വായനക്കാരെ പ്രേരിപ്പിക്കുന്നു. നമ്മളെ പോലെയുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു വിപ്ലവാത്മക നോവലാണിത്. നന്ദി, നമസ്കാരം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാറുണ്ടല്ലേ, എന്നാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നു പോകുന്നു. ഈ ഒരു ചിന്തയെ എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി എഴുതിയ പുസ്തകമാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. നമ്മളിലെ പോരായ്മകളെ അംഗീകരിക്കാനും നമ്മളെ തന്നെ കൂടുതൽ സ്നേഹിക്കാനും ഈ വരികൾ നമ്മെ പഠിപ്പിക്കും. നമ്മുടെ മനസ്സിനെ തൊട്ടറിയാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒന്നാണ് ഈ പുസ്തകം. നന്ദി. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ച് എഴുത്തുകാരനും ലളിതാംബിക അന്തർജനത്തിൻ്റെ മകനുമായ N. മോഹനൻ എഴുതിയ പുസ്തകമാണ് ഒരിക്കൽ. അദ്ദേഹം ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? എന്നിട്ടും അവൾ അറിഞ്ഞില്ല, ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം. ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എൻ്റെ ഇഷ്ടം. ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി. സ്നേഹത്തിന്റെ വലിപ്പവും പ്രണയത്തിന്റെ ആഴവും വായനക്കാരുടെ മുന്നിൽ തുറന്നു തരുന്ന ഒരു പുസ്തകമാണ് എ വാക്ക് ടു റിമെമ്പർ. ധിക്കാരിയായ ഒരു യുവാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യുവതി അവളുടെ സ്നേഹം കൊണ്ട് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. മരണം പോലും തോറ്റുപോകുന്ന പ്രണയത്തിന്റെ തീവ്രതയോടെ ഹൃദയത്തിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നു ഈ പുസ്തകം. എല്ലാവരും തീർച്ചയായും ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. Good morning all. Today I am here to introduce you to one of the most popular thriller from Lee Child's best-selling Jack Reacher series, The Hard Way by Lee Child. The story follows as Jack Reacher gets involved in a kidnapping investigation which gets complicated and dangerous than expected. The book stands out for a suspenseful plot and surprising twist. Reacher's sharp thinking and determination makes the story even more engaging. Overall, The Hard Way is a well-crafted thriller which I would recommend to anyone who enjoys reading action and mystery. നമസ്തേ. കോട്ടയത്ത് കോരിമലയിൽ ജനിച്ച കൊട്ടാരക്കൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ നാമം വാസുദേവൻ എന്നാണ്. അദ്ദേഹം എഴുതിയ പ്രശസ്ത കൃതിയായ ഐതിഹ്യമാലയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഐതിഹ്യമാലയിൽ 126ഓളം പഴംപുരാണങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. രാജാക്കന്മാരുടെ കഥകളും യക്ഷിക്കഥകളും ആനക്കഥകളും അമ്പലങ്ങളുടെ ഐതിഹ്യവും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൊട്ടാരക്കൽ ശങ്കുണ്ണിയുടെ ഭാഷ ലളിതവും പ്രയോഗവൈഭവവും ഉൾച്ചേർന്നതാണ്.
നാറാണത്തെ ഭ്രാന്തൻ എന്തിനാണ് വരിവരിയായി പോയ ഉറുമ്പുകളെ എണ്ണിയത് എന്നതിനെ കുറിച്ചുള്ള ഒരു കഥയും ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ പറയുന്ന കഥകളെല്ലാം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ലാത്തതാണെങ്കിലും ഇതിനെക്കുറിച്ച് മനസ്സിൽ നമുക്ക് ചിത്രീകരിക്കാനും അനുഭവിക്കാനും സാധിക്കുന്നു. നമസ്കാരം. പൗലോ കൊയ്ലോയുടെ പ്രശസ്തമായ നോവലാണ് ദി ആൽക്കിമിസ്റ്റ്. ഇംഗ്ലീഷ് നോവൽ സാഹിത്യത്തിൽ ഇത്ര പ്രശസ്തമായ മറ്റൊരു നോവലുമില്ല. സാന്റിയാഗോ എന്ന ഇടയനെക്കുറിച്ചാണ് ഈ നോവലിൽ പരാമർശിക്കുന്നത്. ഈജിപ്തിലെ പിരമിഡുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന നിധിയെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കാണുകയും ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഈജിപ്തിലേക്ക് അദ്ദേഹം യാത്ര ആരംഭിക്കുകയും ചെയ്തു. തന്റെ യാത്രാവേളയിൽ ധാരാളം പ്രതിസന്ധികളും വെല്ലുവിളികളും സാന്റിയാഗോയ്ക്ക് നേരിടേണ്ടതായി വന്നു. അപ്പോഴും തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അദ്ദേഹം തീവ്രമായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ധാരാളം അറിവുകളും അനുഭവങ്ങളുമാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിധി എന്ന് ഈ നോവലിന്റെ അവസാനം അദ്ദേഹം സ്വയം മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറച്ച ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി ഈ ലോകം മുഴുവനും നമ്മോടൊപ്പം ഉണ്ടാവും എന്ന് ഈ നോവൽ പരാമർശിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും എത്തിപ്പിടിക്കുവാനും ഈ നോവൽ നമ്മളെ സഹായിക്കുന്നു. നമസ്കാരം. ജോസഫ് ഗുയൻ എഴുതിയ ഡോണ്ട് ബിലീവ് എവറിത്തിങ് യു തിങ്ക് എന്ന പുസ്തകമാണ് ഈ വായനാ ദിനത്തിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ജോസഫ് ഗുയൻ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആൻസൈറ്റി, ഡിപ്രഷൻ, ഓവർ തിങ്കിങ് ഇവയെല്ലാം അനുഭവിക്കുകയും അത് എങ്ങനെ ഓവർകം ചെയ്തു എന്നതുമാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള മെൻ്റൽ ഇൽനെസ്സിന് കാരണം നമ്മുടെ തോട്ട്സ് ആണ്, നമ്മുടെ തിങ്കിങ് ആണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ട് നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് പോസിറ്റീവാവും നെഗറ്റീവാവും. ഈ ചിന്തകളെല്ലാം സത്യമല്ലെന്നും അത് നമ്മൾ റിയാലിറ്റി ആയി വിശ്വസിക്കാൻ പാടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. തോട്ട്സിനെ തോട്ട്സ് ആയിട്ട് കാണാം, അതൊരിക്കലും റിയാലിറ്റി ആണ് എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള മെൻ്റൽ ഇൽനെസ്സിലോട്ട് പോകും. അതേപോലെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ലോകത്ത് നമ്മൾ ഏറ്റവും ഹാപ്പിയും പീസ്ഫുള്ളുമായി ഇരിക്കണമെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. അതാണ് നമ്മൾ ഏറ്റവും ഹാപ്പിയും പീസ്ഫുള്ളുമായിട്ട് ഇരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസും ഈ ബുക്കിൽ പറയുന്നുണ്ട്. അതേപോലെ അദ്ദേഹം പറയുന്നു നമ്മൾ ഒരു പെയിൻ വരുമ്പോൾ പെയിൻ ഈസ് ഇന്നെവിറ്റബിൾ, സഫറിങ് ഈസ് ഓപ്ഷണൽ. അതായത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനുള്ള സഫറിങ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ ഈ ഒരു കാലത്ത് ഈ ബുക്കിന് ഭയങ്കര പ്രസക്തിയുണ്ട്. 2022 പബ്ലിഷ് ചെയ്ത ഈ ബുക്ക് നമ്മുടെ മെൻ്റൽ ഇൽനെസ് എങ്ങനെ നമുക്ക് കുറയ്ക്കാം. ഇന്ന് നമുക്ക് ഒരുപാട് മെൻ്റൽ പ്രശ്നങ്ങളുള്ള മെൻ്റലി ഭയങ്കര സഫർ ചെയ്യുന്ന ആൾക്കാരാണുള്ളത്. അതിന് ഏറ്റവും വലിയ റീസൺ തോട്ട്സ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ബുക്ക് എല്ലാവരെയും ഓവർ തിങ്കിങ്ങിൽ നിന്ന് രക്ഷിക്കും. സോ താങ്ക് യു. നമസ്കാരം. ഞാനിന്ന് പറയുന്നത് മാധവക്കുട്ടിയുടെ കോലാട് എന്ന കഥയാണ്. അവളുടെ 43ാമത്തെ വയസ്സിൽ തമാശക്കാരനായ അവളുടെ മൂത്തമകൻ പറഞ്ഞു, അമ്മേ, നിങ്ങളെ കണ്ടാൽ ഒരു കോലാടിനെയാണ് എനിക്ക് ഓർമ്മ വരിക. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അതുകൊണ്ട് അവളും ചിരിച്ചു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്റെ മുറിയുടെ കണ്ണാടിയിൽ ചെന്നവൾ നോക്കി. തന്റെ കവിളുകൾ എന്നാ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത്? തന്റെ കവിളുകളൊന്ന് തുടുത്തിരുന്നെങ്കിൽ, കണ്ണിൽ ഈ ചുളിവുകളൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്നവൾ ആശിച്ചു. എന്നാൽ അത് ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം അവൾക്കില്ലായിരുന്നു. അവൾ ഉടനെ അടുക്കളയിലേക്ക് ഓടി. അയ്യോ, തന്റെ പാല് തിളച്ചു മറിയുന്നു. അടുത്ത ദിവസം അവളുടെ ഇളയ മകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ അവൾക്കൊരു നെല്ലിക്ക കൊണ്ടു കൊടുത്തു. അത് കണ്ടപ്പോ അവൾക്ക് വളരെ സന്തോഷമായി. എന്നാൽ അവൾ ആ മകനോട് ചോദിച്ചു, മോനെ, നിന്റെ സ്കൂളിലെ ഡ്രാമയ്ക്ക് എന്നെയും കൂടി അങ്ങ് കൊണ്ടുപോവോ? മകൻ പറഞ്ഞു, ഇല്ലമ്മേ, നിങ്ങൾ എന്റെ ഒപ്പം വരണ്ട, അതെനിക്ക് നാണക്കേടാ. അപ്പൊ അവൾ പറഞ്ഞു, മോനെ, ഞാൻ എന്റെ പുതിയ സിൽക്ക് സാരി കൊടുത്തു വരാലോ? അപ്പോൾ മോൻ പറഞ്ഞു, വേണ്ടമ്മേ, നിങ്ങൾ വന്ന എന്നെ എല്ലാരും കളിയാക്കും സ്കൂളില്. അത് കേട്ടപ്പോ അവൾക്ക് വളരെ വിഷമായി. അവളുടെ വീട്ടിലെ തുണിയലക്കലിനെയും തുണി മടക്കി വെക്കുന്നതിനെയും ഒക്കെ പറ്റി പറഞ്ഞ് ഭർത്താവും മക്കളും അവളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവളെ പുകഴ്ത്തിയും പറയുമായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ അവൾ അവളുടെ കൊച്ചരിപ്പല്ല് കൊണ്ട് ഒന്ന് ചിരിക്കും. അവളെ പറ്റി ഓർക്കുമ്പോൾ രാവിലെ മുതൽ അന്ത്യാവുന്നതുവരെ സഞ്ചരിക്കുന്ന പണി ചെയ്യുന്ന 2 കാലുകളാണ് ഓർമ്മ വരുന്നത്. ചുക്കിച്ചുളിഞ്ഞ ഒടിഞ്ഞ കമ്പുകൾ പോലത്തെ ശരീരവും. എന്നാൽ ഏതൊരു യന്ത്രവും കുറെ നാളുകൾ പണിയെടുത്തു കഴിയുമ്പോൾ അത് കേടാവുമല്ലേ? അതേപോലെ അവളെന്ന യന്ത്രവും ഒരിക്കൽ കേടായി. അവൾക്ക് ഒരു ദിവസം ശക്തമായ വയറുവേദനയും ഛർദിലും പനിയും വന്നു. ഒരാഴ്ചയോളം വീട്ടിൽ കിടത്തി നോക്കി. കുറെ നാൾ കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ സ്ഥിതി വഷളാവും. അതുകൊണ്ട് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവളുടെ ഭർത്താവ് തീരുമാനിച്ചു.
അത് കേട്ടപ്പോൾ താളുകൾ മറിച്ചുകൊണ്ടിരുന്ന അവളുടെ മക്കൾ നടുങ്ങി. എന്നാൽ അവൾ ആ ആശുപത്രി വരാന്തയിലൂടെ ആശുപത്രിയിലേക്ക് പോയപ്പോഴും അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഒരേ ഒരു ചിന്തയായിരുന്നു. അയ്യോ, തന്റെ വീട്ടിലെ പരിപ്പ് കഴിയണ്ടെന്നാ തോന്നുന്നേ. അത് കേട്ടപ്പോൾ അവളുടെ ഭർത്താവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതാണ് കഥ. ഈ കഥയിൽ മാതൃത്വത്തിന്റെയും ഒരമ്മ മനസ്സിന്റെയും ഒരു കുടുംബത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു സ്ത്രീയുടെയും കഥയാണ് മാധവിക്കുട്ടി പറയാൻ ശ്രമിക്കുന്നത്. താങ്ക് യു.